വീട്ടിലെപ്പോഴും 2 നേരവും ചോറ് തന്നെയായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ചോറ് പണ്ടേ ഇഷ്ടമല്ല. ഇതൊന്നല്ലാതെ വേറൊന്നും അവിടെ ഉണ്ടാക്കില്ലേന്നായിരിക്കും മിക്ക ദിവസത്തെയും ചോദ്യം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ടല്ലേ ഇന്ന് ഈ ചോറ് വെക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ. എന്റെ ഭാഗ്യത്തിന് മിസ്റ്റർ ഹസ്ബൻഡിനും ചോറും കറികളൊന്നും ഡെയിലി ആവശ്യമില്ല. ആൾക്ക് താല്പര്യമില്ല. എന്തെങ്കിലും പലഹാരങ്ങളൊക്കെയാണ് ആൾക്ക് 3 നേരം കഴിക്കാൻ ഇഷ്ടം. പക്ഷെ കാര്യം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നൊക്കെ മാറി കുറച്ച് കഴിയുമ്പോഴാണ് പണ്ട് ഇഷ്ടമില്ലാതിരുന്ന പല കാര്യങ്ങളും ആവശ്യം വരാം. അതുപോലെ തന്നെ ആരെങ്കിലും അതൊക്കെ വന്ന് ഉണ്ടാക്കി തന്നിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്. അങ്ങനെ വീക്കെൻഡിൽ ലക്ഷറി ആയിട്ട് ഇന്നങ്ങനെ ചോറും ക്യാബേജ് തോരനും ബീൻസ് ഉപ്പേരിയും ഉണ്ടാക്കി. കറിയായിട്ട് യൂട്യൂബിൽ കുറച്ചധികം ദിവസം മുന്നേ ഒരൊറ്റ തക്കാളി കൊണ്ട് ഒരു തൈര് കറി ഉണ്ടാക്കുന്നത് കണ്ടു. ചെണിയില് കടുകും ഉലുവയും കൂടെ ആഡ് ചെയ്ത് പൊട്ടി വരുമ്പം വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഒരു തക്കാളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി ഉടച്ച തൈരും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫാക്കാം. റെസിപ്പി സിമ്പിൾ ആണെന്ന് ഓർത്തിട്ട് ആരും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ചോറ് കഴിക്കാനായിട്ട് ആ ഒരു ഒഴിച്ചുകറി മാത്രം മതിയായിരുന്നു. അത്ര അടിപൊളിയായിരുന്നു. കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള മാരിനേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇന്നത്തെ ബീഫ് ബിരിയാണിയിൽ 2-3 ബീഫിന്റെ കഷ്ണങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു. ഇനി അതായിട്ട് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് വെച്ചൊരു തട്ടിക്കൂട്ട് റോസ്റ്റും ഉണ്ടാക്കി. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനേലും ഏറ്റവും ഇഷ്ടവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കിയ എല്ലാ ഫുഡും പ്ലേറ്റിൽ ഓരോന്നോരോന്നായി സെർവ് ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ കൊടുത്ത് അവരത് കഴിച്ച് അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ചോദിച്ച അഭിപ്രായം മേടിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.